ദൈവ തിരുനാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ലോകം വേഗതയുടെയും മത്സരത്തിൻ്റെയും ആശങ്കകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു വശത്ത് യുദ്ധങ്ങളുടെ ശബ്ദം, മറുവശത്ത് ഒറ്റപ്പെടലിൻ്റെ നിശബ്ദത. ഈ രണ്ടിനുമിടയിൽ പ്രകാശമായി വരുന്നതാണ് ക്രിസ്തുമസ്. ബേത്ലഹേമിലെ ആ ചെറു കുടിലിൽ ജനിച്ച യേശു ശക്തിയുടെ പ്രതീകമല്ല, സ്നേഹത്തിന് പ്രതീകമാണ്. രാജാക്കന്മാരുടെ ഭംഗിയല്ല, പാവങ്ങളുടെ ലാളിത്യമാണ് ദൈവം തിരഞ്ഞെടുത്തത്. ഇന്നത്തെ ലോകത്ത് ദൈവം ചോദിക്കുന്ന അതേ കാര്യം തന്നെയാണ്. നിന്റെ ഹൃദയത്തിൽ ഒരിടമുണ്ടോ എന്ന്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന് എന്തുമാത്രം വാല്യൂ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ എന്ന് തമ്പുരാൻ ചോദിക്കുന്നുണ്ട്. ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ വലിയ അലങ്കാരങ്ങളൊന്നും കൊണ്ടല്ല, അല്ലെങ്കിൽ വലിയ വില കൂടിയ സമ്മാനങ്ങൾ കൊണ്ടൊന്നല്ല, മറിച്ച് ചെറു നന്മകളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു പാവപ്പെട്ടവൻ്റെ വയറ്റിലേക്ക് ഒരു ഭക്ഷണം, ഒരു വിഷമിച്ച ഹൃദയത്തിലേക്ക് ഒരു പ്രോത്സാഹന വാക്ക്, ഒരു തകരുന്ന ബന്ധത്തിലേക്ക് ഒരു ക്ഷമാപണം. ഇവയാണ് ഇന്നത്തെ ലോകത്തെ മാറ്റുന്ന യഥാർത്ഥ ക്രിസ്തുമസ്. സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നിടത്ത് സ്നേഹം കൊണ്ടുവരിക, പ്രകാശം കെട്ടുപോയിരിക്കുന്നിടത്ത് പ്രകാശം തെളിയിക്കുക. ദൈവത്തിൻ്റെ ജനനം ഒരിക്കൽ നടന്ന ചരിത്രമല്ല, എല്ലാ ഹൃദയങ്ങളിലും വീണ്ടും വീണ്ടും നടക്കേണ്ടതായ ഒരു അത്ഭുതമാണ്. ഈ ഒരു ക്രിസ്തുമസ് നമ്മുടെ വീടുകളിൽ വെളിച്ചമാകട്ടെ, നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ, നമ്മുടെ ലോകത്തിൽ പ്രത്യാശയുടെ ശോഭയുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേർന്നുകൊള്ളുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.